ഹായ് ഗെയിം ആസ്പിറന്റ്. സോ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിവിൽ എഞ്ചിനീയറിംഗിൽ ഗവൺമെന്റ് ആൻഡ് ഗവൺമെന്റ് എയ്ഡഡ് സീറ്റ് കിട്ടാൻ എത്ര റാങ്ക് വേണം എന്നുള്ളതാണ്. സോ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഗവൺമെന്റ് കോളേജസ് മാത്രമാണ്. അവിടെ ലാസ്റ്റ് ഇയറിൽ ഫസ്റ്റ് അലോട്ട്മെന്റിന് ശേഷം കുട്ടികൾക്ക് എത്ര റാങ്ക് ഉള്ള കുട്ടികൾക്കാണ് അവിടെ അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത് അല്ലെങ്കിൽ എടുത്തത്. ഞാൻ എടുത്ത് പറയാണ്, ലാസ്റ്റ് ഇയറിലെ ഫസ്റ്റ് ഫേസിൽ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് CET ആണ്. അവിടുത്തെ സ്റ്റേറ്റ് മെറിറ്റ് കട്ട് ഓഫ് സിവിലിന് വന്നിരിക്കുന്നത് 4877 ആണ്. സോ നെക്സ്റ്റ് GC തൃശ്ശൂർ ആണ്. അവിടുത്തെ കട്ട് ഓഫ് വന്നിരിക്കുന്നത് 8118 ആണ്. നല്ല ഡിഫറൻസ് ഉണ്ട്. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കൊല്ലമാണ്. അപ്പോൾ 9374 ആണ് അവിടെ വരുന്നത്. അത്യാവശ്യം വരുന്നുണ്ട് അല്ലെ, 10,000 അടുപ്പിച്ചായി. അടുത്തത് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ബാട്ടൺ ഹിൽ ആണ്. 10,740 ആണ് അവിടുത്തെ കട്ട് ഓഫ് വരുന്നത്. സോ നെക്സ്റ്റ് GC പാലക്കാടാണ്. അവിടെ വന്നിരിക്കുന്നത് 11,874. അതായത് ക്രോസ് ചെയ്തു അല്ലെ, 10,000 ക്രോസ് ചെയ്തു. കുറച്ച് റാങ്ക് കുറവുള്ള കുട്ടികൾക്ക് ഇപ്പൊ GC പാലക്കാടൊക്കെ സിമ്പിൾ ആയി ഫസ്റ്റ് ഫേസിൽ തന്നെ കിട്ടുന്നുണ്ട്. വേറെ കാറ്റഗറി വൈസ് ആണെങ്കിൽ അതിലും കടന്നു പോകുന്നുണ്ട് അല്ലെ. നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മതി ഓരോ കാറ്റഗറി വൈസ്. നല്ല വേരിയേഷൻ നിങ്ങൾക്ക് ഇപ്പം ഒരു ഗവൺമെന്റ് കോളേജ് സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കണമെങ്കിൽ സിമ്പിൾ ആയിട്ട് കിട്ടാൻ ചാൻസസ് ഉണ്ട്. അപ്പൊ എല്ലാവരും നല്ല റാങ്ക് വേരിയേഷൻസ് ഉണ്ടെങ്കിലും എല്ലാവരും നിങ്ങൾ ഈ ഗവൺമെന്റ് കോളേജസ് വെക്കുക, മസ്റ്റ് ആയിട്ട് വെക്കുക. ഓക്കെ. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് RIT കോട്ടയാണ്. അവിടെ വന്നിരിക്കുന്നത് 12,013 ആണ് ലാസ്റ്റ് കട്ട് ഓഫ് വന്നിരിക്കുന്നത്. ഓക്കെ. അടുത്ത കോളേജ് ഏതാ? ഗവൺമെന്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കണ്ണൂരാണ്. 12,121 ആണ് അവിടുത്തെ കട്ട് ഓഫ് വരുന്നത്. ദെൻ NSS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പാലക്കാട്, അത് ഏകദേശം ഒരേപോലെ അല്ലെ, 12,140 ആണ് വരുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇപ്പൊ ഹയർ റാങ്ക് വന്നാൽ ആണ് സിവിൽ കിട്ടുന്നതെന്നുള്ള രീതിയിൽ അല്ലെ. അപ്പൊ സിവിൽ അത്ര ഡിമാൻഡിങ് അല്ല എന്നുള്ള രീതിയിൽ ചിന്തിക്കാം. പക്ഷെ അങ്ങനെയല്ല. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളവര്, സിവിൽ എഞ്ചിനീയറിംഗ് ഇൻട്രസ്റ്റ് ഉള്ളവർ അത് മസ്റ്റ് ആയിട്ട് കൊടുക്കുക. പിന്നെ എല്ലാവരും ഇപ്പൊ ഈ ട്രെൻഡ് അനുസരിച്ച് ഈ പറയുന്ന പോലെ ECയും CS കൊടുക്കുന്നോണ്ടാണ് ബാക്കിയുള്ളവർ ഇതിലേക്ക് വരുന്നതും. പിന്നെ ഒരുപാട് പേര് ഈ നമ്മുടെ സിവില് ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ട്. ഓക്കെ. അപ്പം അതിന്റെ റിലേറ്റഡ് ഉള്ള വീഡിയോസും കാര്യങ്ങളും അതിന്റെ സ്കോപ്പും കാര്യങ്ങളെല്ലാം നമ്മുടെ ഇനി ലൈവ് സെക്ഷൻസും വീഡിയോസും ഒക്കെ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. സോ ഇത്രയാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ഗവൺമെന്റ് കോളേജസ് എന്ന് പറയുന്നത്. അവിടുത്തെ റാങ്ക് ഡീറ്റെയിൽസ്, ലാസ്റ്റ് ഇയറിലെ കട്ട് ഓഫ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഫേസിൽ. ഓക്കെ. അപ്പൊ നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ കംപ്ലീറ്റ് ഡേറ്റ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പൊ എല്ലാവരും നമ്മുടെ കീം നാവിഗേറ്ററിന്റെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. PDF ആയിട്ട് തന്നെ നിങ്ങളുടെ കയ്യിൽ ഡേറ്റാസ് കിട്ടുന്നതായിരിക്കും. അതുപോലെ എല്ലാവരും നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്യുക. ഇതേ കണ്ടന്റ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വീഡിയോസും നമ്മുടെ ലൈവ് സെക്ഷൻ ആയിട്ടും വീഡിയോ സെക്ഷൻസ് ആയിട്ടും വരാറുണ്ട്. സോ മസ്റ്റ് ആയിട്ട് എല്ലാവരും അത് വാച്ച് ചെയ്യുക.